കൂലി കാണാൻ പോയി. നല്ല സൂപ്പർ മൂവി. നമ്മളിന്ന് കൂലി കാണാൻ ദുബായ് മാളിൽ പോവാണ്. രാത്രി 10 മണിക്കാണ് ഷോ. നമ്മളൊരു 8:30ക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി കുറേ നേരം നിന്നെങ്കിലും ബസ്സൊന്നും വന്നില്ല. അല്ലെങ്കിലും നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അങ്ങനെയാണ്. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാണ്ട് ഒരു ക്യാബും വിളിച്ച് ദുബായ് മാളിലേക്ക് വിട്ട്. ഡ്രൈവർ ആണെങ്കിലും ഞങ്ങളെ മാളിന്റെ വേറൊരു സൈഡിലാണ് ഇറക്കി വിട്ടത്. മാളിന്റെ അകത്ത് കയറി എസ്കലേറ്റർ കയറി എത്തിയതാണെങ്കിലോ ചൈന ടൗണിലേക്ക്. അവിടെ ചെന്നിട്ട് തിയേറ്ററിലേക്കുള്ള വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മാപ്പി നോക്കിയാണ് വഴി കണ്ടുപിടിച്ചത്. 10 മണിയുടെ ഷോയ്ക്കാണെങ്കിൽ നമ്മൾ ഒരു 1/4 മണിക്കൂർ മുമ്പ് എത്തിയോണ്ട് ഞങ്ങൾ ആ ചൈന ടൗൺ മൊത്തം ഒന്ന് കറങ്ങി നടന്ന് കാണാന്ന് വെച്ചു. നടന്ന് തുടങ്ങിയപ്പോഴാണ് എൻ്റെ പൊന്നോ ചൈന ടൗൺ ഒരു അടാറ് സംഭവം എന്ന് മനസ്സിലായത്. ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണ് പോയത് അവിടുത്തെ വലിയ പാണ്ടാ പ്രതിമയിലേക്കാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പോണ വഴിക്ക് ചൈനീസ് പ്ലേറ്റ് ഒക്കെ കണ്ടിട്ട് വില നോക്കാൻ പോയ എൻ്റെ കണ്ണ് തള്ളി പുറത്തു വന്നില്ലെന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ബിഗ് സ്ക്രീൻ കാണുന്നത്. അങ്ങോട്ട് പോണ വഴിക്കാണെങ്കിൽ നിറയെ പാവക്കുട്ടികളുള്ളൊരു ഏരിയ. മുകളിൽ ചൈനീസ് ലാറ്റൻസും സൈഡിൽ നല്ല ചെറി ബ്ലോസം മരമൊക്കെ ആയിട്ട് ശരിക്കും ഈ മരം കാണാൻ ഒറിജിനൽ ചെറി ബ്ലോസം മരം പോലെ തന്നെയുണ്ട്. ഈ ഐ ലവ് ദുബായ് ഒക്കെ ഫുൾ പാവക്കുട്ടീനെ വെച്ച് ഉണ്ടാക്കിയതാണ്. നമ്മൾ എന്നിട്ട് സ്ക്രീനിന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടാ. ചുമ്മാ ദുബായ് മാളിന്റെ ആട് മാത്രമായിരുന്നു. പക്ഷെ താഴേക്ക് നോക്കിയപ്പോഴാണ് പിള്ളേർ ഐസ് സ്കേറ്റിംഗ് ചെയ്യണ കണ്ടത്. കണ്ടപ്പോൾ എനിക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യണമെന്ന് തോന്നിയെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡ് ആയതുകൊണ്ടും വീണ് ചാവണ്ടെന്നുള്ളതുകൊണ്ടും ഞാൻ ആ പരിപാടി പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. കുറച്ചേരം അവിടെയൊക്കെ നിന്ന് സ്കേറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിയേറ്ററിന്റെ അവിടേക്ക് പോയി. ചെന്നപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കൂലി പോസ്റ്ററിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്. ഞാനും കുറച്ചേരം പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ഷോ 10 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കണ്ട ഗെയിമിംഗ് സോണിന്റെ അടുത്തേക്ക് പോയി. അങ്ങോട്ട് ചെന്നപ്പോഴാണ് നമ്മളൊരു സംഭവം കാണുന്നത്. അവിടെ അവർ ദുബായിയുടെ ഒരു മിനിയേച്ചർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡേ ടൈമും നൈറ്റ് ടൈമും ഒക്കെ കാണിക്കുന്ന പോലത്തെ. ഈ കുഞ്ഞു കുഞ്ഞു ചുവന്ന കളറിൽ കാണാനൊക്കെ റോഡിൽ കൂടെ വണ്ടി പോണതാണ്. പിന്നെ നമ്മൾ നേരെ മൂവി കാണാൻ പോയിട്ട് തിരിച്ചു വന്നു.